ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ വലിയൊരു അനക്കങ്ങളൊന്നും നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടില്ല. ഒരു ചെറിയൊരു CASന്റെ എഫക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൺഡേയിലും ട്യൂസ്ഡേയിലും വെനസ്ഡേയിലൊക്കെ നല്ലൊരു മൂവ്മെന്റ് തന്നെങ്കിൽ കൂടി തേഴ്സ്ഡേയും ഫ്രൈഡേ, അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആ ഒരു മൂവ്മെന്റ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ രീതിയിലൊന്നും മൂവ്മെന്റ് പോവാത്തൊരു ദിവസവും കൂടെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ CASന്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നു എന്നൊരു ലക്ഷണം കൃത്യമായിട്ട് നമ്മളെ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളെ മാർക്കറ്റിൽ മൂവ്മെന്റ്സ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇരുട്ടടി വന്നതുപോലെ നമ്മുടെ 100% താരിഫ് എന്നൊരു കാര്യം ഞാൻ നമ്മളെ തമ്മിലെഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു 100% താരിഫ് അല്ല. പകരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾ റഷ്യൻ പർച്ചേസ് ചെയ്യുന്ന കൺട്രികൾക്ക് അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു 100% താരിഫിന്റെ ഹൈക്ക് പോസിബിൾ ആണെന്ന രീതിയിലൊരു സംസാരം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് യുഎസിന്റെ അതായത് മൂവ് ടു യുഎസ് സെനറ്റ് ഹൗസിലേക്ക് ആ ബില്ലിനെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് പാസ്സായി വരണമെങ്കിൽ ഇന്ത്യ അടക്കമുള്ള കൺട്രികൾ ആരൊക്കെയാണോ റഷ്യൻ ഓയിൽസ് മേടിക്കുന്നത്, ഈ കൺട്രികൾക്കെല്ലാം എന്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്? 100% താരിഫ് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നമ്മുടെ മാർക്കറ്റിനെ വറി ചെയ്യുന്നൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ നോക്കുന്നു പറഞ്ഞാൽ നമ്മുടെ അമേരിക്കയുടെ ബോണ്ടിന്റെ ഈൽഡ് കൂടെയാണ്. 4.6% ഭാഗത്തേക്ക് വരുന്നു. ഈ ആഴ്ച അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകിച്ച് അമേരിക്കൻ്റെ ബോണ്ട് ഈൽഡ് കൂടുന്ന സമയത്ത് പൊട്ടൻഷ്യലായിട്ട് പറഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റിന്റെ പെർഫോമൻസ് വളരെ കുറവായിരിക്കും. കൂടാതെ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ പെർഫോമൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിൽ മൂവ്മെന്റ് വന്നത് കാരണം നമ്മളെ ഗോൾഡ്, USD ഗോൾഡ് 4100 കിടന്ന ഗോൾഡ് 4080 കിടന്ന നമ്മളെ യുഎസിന്റെ ഗോൾഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4060 കിടന്ന ഗോൾഡാണ് ഒറ്റയടിക്ക് 3 ദിവസം കൊണ്ട് കയറി $4350 ഭാഗം വരെ പോയി. ചുരുക്കി പറഞ്ഞാൽ ഒരു 10% ഹൈക്ക് ഗോൾഡിൽ കഴിഞ്ഞു പോയ വീക്കിൽ ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറായിട്ട് നോക്കുമ്പം സിൽവറിലും ഏകദേശം പറഞ്ഞാൽ ഒരു 5-6% സ്ട്രോങ്നെസ് മൂവ്മെന്റ് സിൽവറിലും പൊതുവേ കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രൂഡ് ഓയിലിന്റെ സ്ട്രക്ചർ നോക്കിയാലും ക്രൂഡ് ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു ട്യൂസ്ഡേയിൽ മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം ഒരു പെർഫെക്റ്റ് ഒരു റേഞ്ച് ബിൽഡ് ചെയ്ത് ഒരു മോഡറേറ്റ് മൂവിലാണ് ഇപ്പം നമ്മളെ ക്രൂഡ് ഓയിൽ കൃത്യമായി നിൽക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഈ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അധികം നമുക്ക് പ്രശ്നം വരില്ല. പക്ഷേ ഓയിലിന്റെ പ്രൈസ് കൂടുന്തോറും ഇന്ത്യയെ പോലുള്ള കൺട്രിക്ക് പ്രത്യേകിച്ച് വളരെയധികം റിസ്ക് ഫാക്ടർ വളരെയധികം മാർക്കറ്റിൽ കൂടുതലും കൂടെ ആയ ഒരു അവസരവും കൂടെയാണ് ഇപ്പം വരാൻ പോകുന്നത്. സോ നമ്മൾ ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് നമ്മുടെ ആഴ്ചയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ പറ്റും. നിഫ്റ്റി ഒരു വീക്ക്ലി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം പറഞ്ഞാൽ PUC നിൽക്കുന്നത് 590യുടെ ഭാഗത്താണ് PUC നിൽക്കുന്നത്. നമ്മുടെ ക്ലോസ് വന്നേക്കുന്നത് 570യുടെ ഭാഗത്തുമാണ് നമ്മുടെ നിഫ്റ്റിയുടെ ക്ലോസ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് എനിക്ക് ബെയറിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിഫ്റ്റിയിൽ ഈ 24,432 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈഡ് അകത്തേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഞാനൊരു ബെയറിഷ് മൊമെന്റം പ്ലാൻ ചെയ്യുന്നുള്ളൂ. ആ ബെയറിഷ് മൊമെന്റം ഈ POC 24,254 ഭാഗത്തേക്കും അതിന് താഴെ ഈ ഒരു സിംഗിൾ പ്രിന്റ് വന്ന 24,131 പിന്നെ ഈ വീക്ക്ലി ഗ്യാപ്പിന്റെ ഏരിയ 24,050 ഭാഗത്തേക്കും വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,432 430 താഴെ നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ 24,254 24,130 24,040 എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ വീക്കിന്റെ POC സിംഗിൾ പ്രിന്റ് ഗ്യാപ്പ് ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഇനി നമുക്ക് അപ്സൈഡ് മൂവ്മെന്റം വീക്ക് നോക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വീക്ക് ആയതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ വീക്കിന്റെ ഹൈ കിടക്കുന്നത് 24,774 ആണ്. ഈ വീക്കിന്റെ ലോ കിടക്കുന്നത് 24,423യുടെ ഭാഗത്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീക്കിലി സ്ട്രക്ചറിന്റെ ലോ ഇവിടെയാണ്. അപ്പം 24,420 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകാനും 770 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ വീക്കിന്റെ ഈ റീസെന്റ് ആയിട്ട് വന്ന വീക്കിലി സ്ട്രക്ചറിന്റെ ഹൈ ഇതാണ് എന്ന് വന്നത്
നമ്മളെ 10th ഏപ്രിലിന് വന്ന ഹൈ, അതിൻ്റെ മുകളിൽ ഈ ഒരു POC വീക്കിലിയുടെ POC 24,000 ഈ ഫോർത്ത് മാർച്ച് എന്ന് പറഞ്ഞാൽ മാർച്ചിൻ്റെ ആ ഒരു ഫസ്റ്റ് വീക്കിൻ്റെ POC ആയ 24,620 ഭാഗത്തൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. 24,620 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ വാല്യൂ ഏരിയ ഹൈ ആയ 24,900 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള സ്ട്രക്ചർ വീക്കിലി ബേസിസിൽ വളരെയധികം കൂടുതലാണ്. ഇതാണ് ഞാൻ വീക്കിലിയുടെ സ്ട്രക്ചറിൽ വരച്ച് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വീക്ക് ഒരു ന്യൂട്രൽ വീക്ക് ആയതുകൊണ്ട് ന്യൂട്രൽ വീക്ക് ആയിക്കോട്ടെ, ന്യൂട്രൽ സ്ട്രക്ചർ വിൽ ഫോളോഡ് ബൈ എ ട്രെൻഡ് സ്ട്രക്ചർ എന്നാണ് പറയണത്. അപ്പോൾ 24,700 മുകളിൽ നിഫ്റ്റി 770 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് മൊമെൻറ്റും ഇല്ല, 24,430 താഴെ നിൽക്കുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് മൊമെൻറ്റും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യും, ഏത് സ്ഥലത്ത് ഓപ്പൺ ചെയ്യും എല്ലാം ഡിസൈഡ് ചെയ്തിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബെനിഫിറ്റ് ചെയ്ത് പോകുന്നത്. സോ നമുക്കിനി നാളത്തേക്കുള്ള വീക്ക്ലി സ്ട്രക്ചറിൻ്റെ ഒരു വ്യൂ ഒന്ന് വരച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഈ കഴിഞ്ഞു പോയ ആഴ്ച ഞാൻ പറഞ്ഞു ഒരു ന്യൂട്രൽ വീക്കായിരുന്നു നിഫ്റ്റി. കഴിഞ്ഞു പോയ ആഴ്ചയിൽ നമ്മൾ ഫ്രൈഡേ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഡൗൺ ആയിട്ട് വന്നൊരു ബാലൻസ് ഡേ ആയിട്ട് ചെറിയൊരു സ്പൈക്ക് താഴേക്ക് വന്നെങ്കിൽ കൂടെ ഒരു ബാലൻസ് ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,562 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ POC. 24,562 ഭാഗത്തേക്കാണ് ആ POC വന്നിരിക്കുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എൻ്റെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ഈ 24,494 അല്ല, പകരം 24,528 പൊട്ടയാണെങ്കിൽ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ഇത്രയാണ് 24,527 24,528 പൊട്ടയാണെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് മാർക്കറ്റിൽ ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് 528 അല്ല, 494 ആണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്നൊരു സ്ട്രക്ചർ. സോ ഞാൻ 24,494 24,494 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 441 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ എത്രയാണ് 24,440 24,440 എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ 24,441 കഴിഞ്ഞാൽ 24,000 അടുത്ത പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 24,386 എത്രയാണ് 24,386 എത്രയാണ് 24,386 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,345 എത്രയാണ് 24,345 ഭാഗത്തേക്ക്. ഇതാണ് നിഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ള ഡൗൺവേർഡ് റെഫറൻസ് ലെവലുകൾ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. 494 പൊട്ടയാണെങ്കിൽ മാത്രം ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ ബൈ 24,440 386 345 ഭാഗത്തേക്ക് വരാം. ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല. 680 മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഞാനൊരു ബുള്ളിഷ് മൊമെൻറ്റം വച്ചേക്കുന്നത്. 735 790 865 എന്ന് പറഞ്ഞ 867 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഡൗൺ ഒരു ബാലൻസ് ഡേ ആയിട്ടാണ് നിഫ്റ്റി കൃത്യമായിട്ട് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള നിഫ്റ്റിയുടെ സ്ട്രക്ചർ വെച്ചുള്ള റിവ്യൂ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ റിവ്യൂ. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ അല്ല, പകരം ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് ആശാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ വന്ന ഹൈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആയിട്ടാണ് ഇന്നലെ വന്ന ഒരു ഹൈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ 57,795 795 ഭാഗത്തേക്കാണ് ആ POC എത്രയാണ് 57,795 57,796 ഭാഗത്തേക്ക് ആ POC ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബുള്ളിഷിനും ബെയറിഷിനും ഒരു മാറ്റവും. ബുള്ളിഷ് പകരം ഞാൻ എത്രയൊക്കെ മാറ്റി 58,075 മുകളിൽ ഞാൻ ഒരു ബൈ എടുക്കുന്നുണ്ട്. 58,075 മുകളിൽ ഒരു ബൈ എടുക്കുന്നുണ്ട്. ബെയറിഷ് സെയിം ആണ്. 57,599 താഴെ സെല്ലിംഗ് എടുക്കാം. അത് 57,441 57,255 57,028 എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഡൗൺ ആണ്. അതുകൂടാതെ ORR ഡൗൺ ആയ ഓപ്പണിങ്ങും ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ഒരു ഡേ ടൈപ്പുമായിട്ടാണ് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വന്ന ഹൈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ 57,750 താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. കാരണം എന്താണ്, ഇന്നലെ വന്ന ഇന്നലെ അല്ല മെനിങ്ങാന്ന് വന്ന ഫ്രൈഡേയിൽ വന്ന ആ ഒരു ഹൈ എന്ന് പറഞ്ഞ ഒരു ഫെയിൽഡ് ഓപ്ഷനാണ്. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ ചേഞ്ച് ആണ്. ഒരു മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് കാണിക്കുന്നതാണ്. ആ ട്രെൻഡ് ചേഞ്ച് പ്രകാരം മാർക്കറ്റ് എങ്ങോട്ട് വരും, താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ആ ട്രെൻഡ് ചേഞ്ച് വീണ്ടും വരാനാണെങ്കിൽ ആ ട്രെൻഡ് ചേഞ്ചിനെ നള്ളിഫൈ ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറണമെങ്കിൽ 58,000
20 അതിന് ഞാനൊരു അതിന് ഞാൻ തേഴ്സ്ഡേയുടെ ഒരു വാല്യൂ ഏരിയ ഹൈയും കൂടെ വച്ചിട്ട് 58,075 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ഹൈക്ക് എന്താണ് ഒരു മുകളിലോട്ട് പോകാനുള്ള ചാൻസ് മാർക്കറ്റിൽ ഞാൻ കൂടുതൽ കാണുന്നത്. അപ്പോൾ 58,075 മുകളിൽ നമ്മൾ എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്? താഴേക്കുള്ള ഡൗൺവേർഡ് മൂവ് സേവ് ആണ്. ഫസ്റ്റ് ടാർഗറ്റ് 58,269 എത്രയാണ്? 58,269. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ബിഗ്ഗസ്റ്റ് വാല്യൂ ഏരിയ ഹൈ ആണ്. അതിന് താഴെ നമുക്ക് 58,400 എത്രയാണ്? 58,400ന്റെ ഭാഗത്തേക്ക് പോവാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞാൽ 58,620 എത്രയാണ്? 58,620ന്റെ ഭാഗത്ത്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റഫറൻസ് ലെവൽ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു സ്ട്രക്ചറിനെ ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു സെറ്റപ്പ് കിട്ടുള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റി വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി സ്ട്രക്ചർ പ്രകാരം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ്ലി ന്യൂട്രൽ വീക്കാണ്. 57,746ന്റെ ഭാഗത്ത് ക്ലോസ് ആണ്. നമ്മുടെ POC വരുന്നത് 57,766ന്റെ ഭാഗത്ത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ വീക്കായിട്ട് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വീക്കിൻ്റെ ലോവർ ലെവൽ പൊട്ടിയാൽ നമ്മൾ ഈ കഴിഞ്ഞു പോയ വീക്കിൻ്റെ POC എവിടെയാണ്? ഈ POC ഈ ഒരു ഭാഗങ്ങൾ 56,956, 800ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഓർത്തോളൂ, ഈ കാണുന്ന വാല്യൂ ഏരിയ ഹൈ ആയ 58,260 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു അപ്സൈഡ് മൊമെൻറ്റം മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ഈ 58,700 വരെ പോകാനും അതിന് മുകളിൽ 59,000, 59,500ന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് പൊതുവെ മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് ഒരു വീക്ക്ലി സ്ട്രക്ചർ വെച്ച് പറയാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ. ഇനി നമുക്ക് നോക്കേണ്ട മിഡ് ക്യാപ്പ്. മിഡ് ക്യാപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നമ്മളെ ഡെയിലി സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കണ സമയത്ത് ഡെയിലി സ്ട്രക്ചറിൽ മിഡ് ക്യാപ്പിനെ നോക്കിയാൽ മിഡ് ക്യാപ്പും ഒരു പെർഫെക്റ്റ്ലി ന്യൂട്രൽ വീക്കാണ്. സോ കഴിഞ്ഞ ആഴ്ചയിൽ ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെയാണ് മിഡ് ക്യാപ്പും ഒരു പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വീക്ക്ലി സ്ട്രക്ചറിൽ അവൻ്റെ ക്ലോസ് വന്നേക്കണ പെർഫെക്റ്റ്ലി ന്യൂട്രൽ സെൻറ്റർ വീക്കായിട്ടാണ്. 14,876ന്റെ അവിടെ POC, 14,875ന്റെ അവിടെ തന്നെയാണ് അവൻ്റെ ക്ലോസ് വന്നേക്കുന്നത്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ലോ 14,770 പൊട്ടണമെങ്കിൽ ആശാൻ എങ്ങോട്ട് വരാം? ഈ POC ആയ 14,669, 14,570ന്റെ ഭാഗത്തേക്കും പോവാം. ഇല്ല ഇനി 14,950 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ബുള്ളിഷ് മൂവ്മെന്റ് മാർക്കറ്റിലേക്ക് വന്ന് അത് ഹെവി ആയിട്ട് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് ഫ്രഷ് ഹൈയുടെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിനെ കൊണ്ടുപോകാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് ഈ മിഡ് ക്യാപ്പിൻ്റെ ഒരു വീക്കിലി സ്ട്രക്ചറിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡെയിലി സ്ട്രക്ചറിൽ മിഡ് ക്യാപ്പിന് നോക്കുന്ന സമയത്ത് ഡെയിലി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പെർഫെക്റ്റ്ലി ഒരു നോർമൽ വേരിയേഷൻ അല്ല, ഒരു P ഷേപ്പ്ഡ് വിത്ത് സ്മോൾ ഡീപ്പ് ഫെയിലിയർ സംഭവിച്ചു. ഒരു ഡീപ്പ് ഫെയിലിയർ സംഭവിച്ച് ആശാൻ താഴേക്ക് ഇറങ്ങിയ ഒരു ട്രേഡബിൾ ആക്ഷൻസ് കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു. ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ P ഷേപ്പ്ഡ് പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം. POC നിൽക്കുന്ന 14,875ന്റെ ഭാഗത്താണ്. സോ ഞാൻ ആ POC നേരത്തെ 898 ആയിരുന്നു, ഇപ്പോൾ ഞാൻ മാറ്റിയിട്ട് 875ന്റെ ഭാഗത്തേക്ക് POC കൊണ്ടുവന്നിട്ടുണ്ട്. ബുള്ളിഷ് റഫറൻസ് ഒക്കെ സെയിം ആണ്. 14,925 മുകളിൽ ബൈ ആണ്. 975, 15,025, 15,070ന്റെ ഭാഗത്തേക്ക് പോവാം. 14,786 താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് 720, 676, 630 എന്ന് പറഞ്ഞ സാധനം സെയിം ലെവലാണ്. സോ മിഡ് ക്യാപ്പിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആശാൻ ഇങ്ങനെ കിടന്ന് കളിക്കുന്നതുകൊണ്ട് റഫറൻസ് ലെവലിൽ വലിയ മാറ്റമൊന്നുമില്ല. സെയിം സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു അതായത് കഴിഞ്ഞ ഫ്രൈഡേയിൽ എന്ത് ലെവലാണ് നമ്മൾ ഫോളോ ചെയ്തത് ആ ലെവൽ തന്നെയാണ് നമ്മളെ മാർക്കറ്റിൽ വരുന്നത്. സോ ഇനി നോക്കേണ്ട കാര്യം ഈ ആഴ്ചത്തെ US സെനറ്റ് ഹൗസിൽ നമ്മുടെ താരിഫിനെ കുറിച്ചുള്ള എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ പണി തരുമെങ്കിൽ അതും നമ്മുടെ മാർക്കറ്റിന് പൊതുവെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മെയിനായിട്ടുള്ള ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നിഫ്റ്റി 50യിലുള്ള മിക്കവാറും എല്ലാത്തിൻ്റെയും കമ്പനിയുടെ റിസൾട്ടിലൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നിഫ്റ്റിയെ ബാധിക്കാനുള്ള ചാൻസ് കുറവാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ നമ്മുടെ SBIയുടെ റിസൾട്ട് വന്ന സമയത്ത് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പടക്കനൊരു കയറ്റവും ഇറക്കുന്നു. ഇത് SBIയുടെ റിസൾട്ടിൻ്റെ ബലത്തിൽ വന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനി നമ്മളെ ബാധിക്കാൻ പോകുന്ന US സെനറ്റ് ഹൗസിൽ വരുന്ന ആ ഒരു വെർഡിക്റ്റ് എങ്ങനെയായിരിക്കും? അത് പാസ്സാവുമോ? അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ടാമത് ട്രംപും നമ്മളെ ഇന്ത്യൻ മാർക്കറ്റും USഉം തമ്മിലുള്ള ഒരു ട്രേഡ് ഡീൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി ആയിട്ട് മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. അത് ഇപ്പോഴും അത് പോസിറ്റീവായിട്ട് വരുമോ നെഗറ്റീവായിട്ട് വരുമോ എന്നൊരു ഡിസ്കഷൻ ഇങ്ങനെ നടക്കുകയാണ്.
ആ ട്രേഡ് ഡീല് ഇതിനെല്ലാം ഈ താരിഫിനെ ബേസ് ചെയ്തായിരിക്കും ട്രേഡ് ഡീൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ആഴ്ച വരാവുന്ന ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള വലിയ ബിഗ്ഗസ്റ്റ് ന്യൂസുകളൊന്നും നമ്മുടെ മാർക്കറ്റിലില്ല. പക്ഷേ വരാൻ പോകുന്ന സമയത്ത് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ വരുന്ന ഈ യുഎസ് ഹൗസിൽ പാസ്സാകുന്ന ആ ഒരു കാര്യവും താരിഫിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ അമേരിക്കൻ ഇൻഫ്ലേഷൻ ഡേറ്റയും നമ്മുടെ മാർക്കറ്റിനെ ഒന്ന് ബാധിക്കാനുള്ള ചാൻസ് പൊതുവേ കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോ കൃത്യമായിട്ട് വായിച്ച് ഇതിനെ കൃത്യമായിട്ട് നമ്മളൊന്ന് നിങ്ങൾ റീഡ് ഔട്ട് ചെയ്ത് ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി സൺഡേ. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓപ്പർച്യൂണിറ്റിയെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കുക. സോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലോർത്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കാണുക. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.